അങ്ങനെ പൂജയും അഖിലും സ്നേഹയും കൂടി ആ ഡോക്ടറെ കാണാൻ വേണ്ടി പോവാൻ കേട്ടോ. ഈ പ്രാവശ്യം സ്നേഹയും അഖിലുമാണ് കേട്ടോ ഡോക്ടറെ കാണാൻ പോകുന്നത്. പൂജ പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കാര്യങ്ങളെല്ലാം വ്യക്തമാണല്ലോ ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എല്ലാം വ്യക്തമാണ് ചേച്ചി. പിന്നീട് പൂജ ചോദിക്കുന്നുണ്ട്, അന്ന് ഞാൻ സ്വാതിയെ കാണാൻ പോയപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്, അത് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. അഥവാ ആ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ എന്ന് ചോദിക്കുമ്പോൾ സ്നേഹ പറയാണ്, പൂജേച്ചി അന്ന് പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുമ്പോൾ പൂജ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, നമ്മൾ അർജുൻ സാറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടല്ല ചേച്ചി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുമില്ല. പൂജ പറയുന്നുണ്ട്, ഈ ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പോകുന്നതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ. എല്ലാം സൂപ്പറായിട്ട് നടക്കും ചേച്ചി, അപ്പോൾ നമുക്ക് ഡോക്ടറിനെ കാണാം എന്ന് അഖില് പറയാൻ കേട്ടോ. പൂജ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഡോക്ടറുടെ മുന്നിലെത്തി. നമസ്കാരം ഡോക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ ഇരിക്കുമെന്ന് പറയാണ്. അപ്പോൾ അഖില് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രഗ്നൻസി സംബന്ധിച്ചിട്ട് കുറച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അപ്പോൾ ഡോക്ടർ ചോദിക്കുമ്പോൾ എത്ര മാസമായി ഇങ്ങനെ ചോദിക്കുമ്പോൾ സ്നേഹ പരസ്പരം നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എത്ര മാസമായി എന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ അഖില് പറയും, ഞങ്ങൾക്ക് വിദേശത്ത് പോകാനുണ്ടായിരുന്നു, പുറത്ത് പോകണമെങ്കിൽ ഇവളുടെ ഓഫീസിൽ നിന്നും ലീവ് വേണം. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എൻ്റെ ബോസ് വളരെ സ്ട്രിക്റ്റ് ആണ് മാഡം, പെട്ടെന്നൊന്നും ലീവ് തരില്ല. ഇങ്ങനെയൊക്കെ ഇവർ രണ്ടുപേരും പറയുമ്പോൾ ഡോക്ടർ ചോദിക്കാണ്ട്, അതൊക്കെ എന്തിനാ ഇപ്പോൾ ഇവിടെ പറയുന്നേ, നിങ്ങൾ പ്രഗ്നൻസിയെ കുറിച്ച് പറയൂ, എത്ര മാസമായി? അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, തെളിയിച്ച് പറയാലോ, ഞാൻ പ്രഗ്നന്റ് ആയി, പക്ഷേ ഒരു പ്രഗ്നൻസി സർട്ടിഫിക്കറ്റ് തന്ന ഇവൾക്ക് ലീവ് കിട്ടുമായിരുന്നു. പ്രഗ്നന്റ് ആയ ലീവ് കിട്ടണം, അത് കർശനമായ നിയമമാണ്. ഇങ്ങനെ അഖില് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഓഫീസിൽ പല കൂട്ടുകാരും ഇങ്ങനെ പ്രഗ്നൻസി സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടാണ് ലീവ് എടുക്കാറ്, പിന്നീട് അബോർഷൻ ആയി എന്ന് പറഞ്ഞിട്ടും സർട്ടിഫിക്കറ്റ് കൊടുക്കും. പിന്നീട് അഖിലെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ പുറത്തെടുക്കാൻ, എന്നിട്ട് ഡോക്ടറിനെ നേരെ നീട്ടിട്ട് പറയും, ഡോക്ടർ ഇവൾ പ്രഗ്നന്റ് ആണ് എന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് തരണം, ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി വെച്ചോ എന്ന് പറയുമ്പോൾ ഡോക്ടർ ആകെ വയലന്റ് ആവാൻ. അഖിലിനോട് എണീക്കടോ, എണീക്കാൻ എന്ന് പറയാൻ കേട്ടോ. കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ തരാം, ഡോക്ടർ ആവശ്യപ്പെടുന്നത് തരാം, എന്തായാലും ഞങ്ങൾക്ക് വിദേശത്ത് പോയേ പറ്റൂ പ്ലീസ് എന്നൊക്കെ അഖില് പറയാണ്. അപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിനനുസരിച്ചാണ് ഞങ്ങളുടെ ലീവിലിരിക്കുന്നത്. ഇതൊക്കെ നോക്കുമ്പോൾ ഡോക്ടർ ഗെറ്റ് ഔട്ട് എന്ന് പറയാൻ കേട്ടോ. ഇനി ഒരു നിമിഷം ഇവിടെ ഇരുന്നാൽ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നു. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ കരുതിയത്? പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കുന്ന ആളാണെന്നോ? എന്റെ തൊഴിൽ എനിക്ക് ദൈവമാണ്, കൈക്കൂലിയായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ നോക്കാൻ കേട്ടോ. ഞാൻ സെക്യൂരിറ്റിയെ വിളിക്കാൻ പോവാ എന്ന് പറയുമ്പോൾ സ്നേഹ കയറിയിട്ട് പറയാം, സോറി ഡോക്ടർ, ക്ഷമിക്കണം, നാട്ടിൽ ചില ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്, ക്ഷമിക്കണം എന്ന് പറയാൻ കേട്ടോ. പിന്നെ ഡോക്ടർ പറയുന്നുണ്ട്, കുഴപ്പക്കാർ ഡോക്ടർമാരിൽ മാത്രമല്ല എല്ലാവരിലും ഉണ്ട്. എന്റെ ലൈൻ സത്യസന്ധമാണ്, സത്യസന്ധമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഏത് കൊടി കെട്ടിയ ആള് വിചാരിച്ചാലും എന്നെ സ്വാധീനിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കള്ളം ചെയ്തേ പറ്റൂ എന്ന നിമിഷം വന്നാൽ ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യും, മനസ്സിലായോ എന്ന് ചോദിക്കാൻ ഡോക്ടർ അവരോട്. അപ്പോൾ അഖില് പറയുന്നുണ്ട്, സോറി, ഞങ്ങൾക്കെല്ലാം ബോധ്യമായി, എല്ലാം പൂർണ്ണമായും വ്യക്തമായി, സോറി എന്ന് പറയാൻ. ശരി, ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അഖിലും സ്നേഹം അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ പൂജ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് അഖിലും സ്നേഹം എത്തുകയാണ്. പൂജേച്ചി എന്ന് വിളിക്കും. പൂജ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പെർഫെക്റ്റ് ആണ് ചേച്ചി എന്ന് പറയാൻ സ്നേഹ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നില്ലേ, ആള് പ്രശ്നക്കാരിയല്ല എന്ന് എനിക്കറിയാമായിരുന്നു, എങ്കിലും ഒന്ന് കൺഫേം ചെയ്യാമെന്ന് വിചാരിച്ചാൽ കണ്ടേക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഡോക്ടർ പെർഫെക്റ്റാ എന്ന് വരുമ്പോൾ നമ്മുടെ ഒരു വഴി അടഞ്ഞു എന്നല്ലേ പൂജേച്ചി അർത്ഥം എന്ന് ചോദിക്കേണ്ട സ്നേഹ. അപ്പോൾ പൂജ പറയുന്നുണ്ട്, അല്ല, ഒരിക്കലുമല്ല, ഒരു വഴി തുറക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. എന്താ ഇനി നമുക്ക് ഈ ഡോക്ടറെ സംശയിച്ച് ഇവരുടെ പിന്നാലെ പോകണ്ടേ? ഇങ്ങനെ പറയുമ്പോൾ സ്നേഹ പറയണം, അപ്പോൾ കോടതിയിൽ അവൾക്ക് ബലം കൂടുന്നു എന്നതല്ലേ ഇതിന്റെ അർത്ഥം? എന്ത് ബലം കൂടുന്നു? ഇനിയും എത്രയോ മേഖലകൾ കിടക്കുന്നു നമുക്ക് അന്വേഷിക്കാൻ. പിന്നീട് ഡോക്ടറിന്റെ അടുത്ത് പോയതിനു ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ പൂജ ചോദിക്കുക. അങ്ങനെ അവരെല്ലാം പറയാൻ, എന്തായാലും നമ്മളിനി നിരാശപ്പെടുന്ന അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ നടക്കുന്നു എന്നൊക്കെ പൂജ പറയാൻ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപടികളാ എന്ന് പറയാൻ കേട്ടോ. പിന്നീട് അവർ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർജുൻ ജയിലിൽ ഇരുന്നിട്ട് ഷാജിയോട് സംസാരിക്കാൻ. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, സാറേ, സത്യം പറഞ്ഞാൽ സാറിനെ കുറിച്ച് മോശം പറഞ്ഞതിൽ എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നത്, എനിക്കൊരു വിഷമവുമില്ല ഷാജി, ഞാൻ സഹായിച്ചവരാണ് എന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, സാറേ, എനിക്ക് പലയിടങ്ങളിലായിട്ട് പല ആളുകളുമുണ്ട്, സാറൊരു വാക്ക് പറഞ്ഞാൽ മതി, ആൾക്കാരെ ഞാൻ കൈകാര്യം ചെയ്യും. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, വേണ്ട ഷാജി, പ്രതികാരമൊക്കെ എൻ്റെ ചിന്തയിൽ നിന്ന് എന്നോ എൻ്റെ വീട്ടുകാർ എനിക്ക് വേണ്ടി കേസുകളൊക്കെ നടത്തുന്നു, എനിക്ക് അവരെയൊക്കെ കാണാൻ നല്ല ആഗ്രഹമുണ്ട്. പിന്നീട് അർജുൻ ഷാജിയുടെ വീട്ടുകാരെ കുറിച്ച് ചോദിക്കുകയാണ്. വീട്ടിൽ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഷാജി പറയുന്നുണ്ട്, ആരൊക്കെയുണ്ട്, പക്ഷെ ആർക്കും എന്നെ വേണ്ട, അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, വെട്ടും കുത്തും നടക്കുന്നവരെ ആർക്ക് വേണം. അപ്പോൾ പോലീസ് വന്നിട്ട് പറയുന്നുണ്ട്, അർജുൻ, നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട്. അങ്ങനെ കാണാനായിട്ട് അർജുൻ ചെല്ലുന്ന സമയത്ത് വിശ്വനാഥന്റെ മുഖം കാണുമ്പോൾ അർജുൻ പിന്തിരിഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, മോനെ പോകല്ലേ, അച്ഛൻ മോനെ കാണാൻ കൊതിച്ച് കാത്തു നിന്നതാണെന്ന് പറയാൻ. ഇതികൾക്കും അർജുൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ നിങ്ങളോ? അച്ഛനെ ദൈവത്തെ പോലെ കാണുന്ന ഒരാളുണ്ട്, പക്ഷെ അവരുടെ കണ്ണുനീരിന് ഒരു തുള്ളി വരെ പോലും കൊടുക്കാതെയാണ് ആ പ്രിയയെ നിങ്ങൾ അവിടെ താമസിപ്പിച്ചത്. അങ്ങനത്തെ നിങ്ങളൊരു അച്ഛനാണ്. അച്ഛൻ എന്നൊക്കെ സ്വയം പറഞ്ഞാൽ പോരാ, അതിനൊക്കെ ഒരു ആത്മാർത്ഥത വേണം. നിങ്ങളായിട്ട് എനിക്കിനി ഒരു ബന്ധവും, നിങ്ങളാണ് വന്നിരുന്നത് എന്നറിഞ്ഞുവെങ്കിൽ ഞാൻ തിരിച്ചു വിട്ടേനെ. ഇങ്ങനെയൊക്കെ അർജുൻ പറയുമ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, മോനെ ഞാനെന്ന് പറയട്ടെ. അപ്പോൾ അർജുൻ പറയാണ്, എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയണ്ട. നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു ആ പൂജയെ കരയിക്കാനായിട്ട്? എത്ര ജന്മമെടുത്താലും ആ പാപം നിങ്ങൾക്ക് വീട്ടിൽ തീർക്കാൻ പറ്റും.
വലിയൊരു സത്യനാഥൻ. നടക്കുമ്പോൾ വഴിയിൽ ഉറുമ്പുണ്ട നോക്കിയേ നടക്കൂ. പച്ചവെള്ളം പോലും ചവച്ചു കുടിക്കുന്ന ഒരു മാന്യൻ. പക്ഷേ ഒരു ഭൂലോക ക്രിമിനലാണ് നിങ്ങൾ. സ്നേഹസദനത്തിന്റെ പേര് തന്നെ മാറ്റണം, കപട സദനം എന്നാക്കണം. ഇങ്ങനെയൊക്കെ അർജുൻ പറഞ്ഞത് കേട്ടതും അതുവരേക്കും സഹിച്ചിരുന്ന വിശ്വനാഥൻ നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഒച്ച വെക്കാൻ. അപ്പോൾ അർജുൻ ചോദിക്കാൻ, സത്യം പറഞ്ഞപ്പോൾ നിർത്താൻ പറയുന്നു. നിർത്താനാണ് എന്നോട് പറയുന്നത് എന്ന് പറയട്ടെ. വിശ്വനാഥൻ വീണ്ടും, നീ ഒരു വക്കീലല്ലേ? കോടതിയിൽ വക്കീൽ മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്. കൂട്ടിൽ നിൽക്കുന്ന ആൾക്കും പറയാനുണ്ടാവില്ലേ? അത് കേൾക്കണം, കേട്ടേ പറ്റൂ എന്നൊക്കെ വിശ്വനാഥൻ പറയുമ്പോൾ അർജുൻ പറയാം, എന്നാ പറഞ്ഞോ, ഞാൻ കേൾക്കാം. അപ്പോൾ വിശ്വനാഥൻ പറയാണ്, നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, പ്രിയയെ ഞാൻ എന്തിനാണ് അവിടെ കയറ്റി താമസിപ്പിച്ചത് എന്ന്. അതിൻ്റെ കാരണം ഞാൻ പറയാം. എനിക്ക് പൂജയെ വേണമെന്നുള്ളത് കൊണ്ട് എന്ന് വിശ്വനാഥൻ പറയുമ്പോൾ അർജുൻ പുച്ഛിക്കാണ്ടോ, കൊള്ളാം, അടിപൊളി നായം. മാലാഖയെ വേണം എന്നുള്ളത് കൊണ്ട് ചെകുത്താനെ കൂട്ടിപ്പിടിച്ചു അല്ലേ എന്ന് ചോദിക്കാണ്ട് അർജുൻ. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, അതെ, മാലാഖയെ വേണം, അതുകൊണ്ട് ചെകുത്താനെ ഞാൻ എൻ്റെ കൺവെട്ടത്ത് നിർത്തുമായിരുന്നു. മാലാഖയെ ദ്രോഹിക്കാതെ നോക്കണമെങ്കിൽ ചെകുത്താനെ എനിക്കെൻ്റെ അരികിൽ തന്നെ നിർത്തണമായിരുന്നു. പ്രിയ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാണെന്ന് മറ്റാരെക്കാളും അറിയാവുന്നത് എനിക്കാണ്. അവൾക്ക് എന്ത് ചെയ്യാനും മടിയില്ല, എന്ത് ചെയ്യാനും ഭയവുമില്ല. അവൾ അന്ന് ജയിലിൽ നിന്ന് ഇറങ്ങി സ്നേഹസദനത്തിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടിയത് എൻ്റെ പൂജയെ ഓർത്തിട്ടാണ്. പൂജയെ ഇല്ലാതാക്കൂ എന്ന ലക്ഷ്യം മാത്രമേ ആ പ്രിയക്കുള്ളൂ. ഞാൻ അന്ന് അമ്പരന്ന് നിന്നപ്പോഴാണ് അവൾ എന്നോട് ചോദിച്ചത്, ഞാൻ സ്നേഹസദനത്തിൽ നിന്നോട്ടെ എന്ന്. ആദ്യം ഞാൻ എതിർത്തെങ്കിലും പെട്ടെന്നാണ് എനിക്കു അത് തെളിഞ്ഞത്. പ്രിയയെ സ്നേഹസദനത്തിൽ നിർത്തിയാൽ അവളുടെ ഓരോ ചലനവും എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അവളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതായത് പ്രിയ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ പൂജ അങ്ങേയറ്റം സുരക്ഷിതയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രിയയുടെ എല്ലാ ന്യായീകരണങ്ങളും അന്ന് ഞാൻ അംഗീകരിച്ചതുപോലെ അഭിനയിച്ചത്. അങ്ങനെ പ്രിയ പൂജയ്ക്കൊരു ഭീഷണിയല്ലാതെയായി. ഇതേ എനിക്ക് പറയാനുള്ളൂ. മോനെ, വിശ്വസിക്കണമെങ്കിൽ എന്നെ വിശ്വസിക്കാം. എൻ്റെ പൂജയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. അവർ സംഭവിക്കുന്നെങ്കിൽ എനിക്കാദ്യം സംഭവിച്ചോട്ടെ. എന്നാൽ ശരി മോനെ, ഞാൻ പോവാം എന്ന് പറഞ്ഞ് വിശ്വനാഥൻ പോവാൻ നിൽക്കുമ്പോൾ അർജുൻ പിന്നിൽ നിന്ന് വിളിക്കുകയാണ്, അച്ഛൻ എന്താ ഇത് നേരത്തെ പറയാതിരുന്നത്? ആരിലൂടെയും ഒരു സാഹചര്യത്തിലൂടെയും പ്രിയ എൻ്റെ ഈ ലക്ഷ്യം അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ എന്ത് അപമാനവും ശകാരവും കേട്ടാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ പൂജമോൾ സുരക്ഷിതമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ രഹസ്യം എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചത് എന്ന് വിശ്വനാഥൻ പറയാൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുൻ ആകെ തകർന്ന് തല താഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ. അർജുൻ കൈകൂപ്പിക്കൊണ്ട് അച്ഛ മാപ്പ് മാപ്പ് എന്ന് പറയാണ്. ശേഷം വിശ്വനാഥൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ കേട്ടോ. ഇതെല്ലാം കണ്ട് വിശ്വനാഥൻ കരഞ്ഞുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ്. അവിടെ ഒരാൾ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ്. അപ്പോൾ മാധുരി അങ്ങോട്ട് വരുമ്പോൾ, ചേച്ചി ഒരു കൊറിയർ ഉണ്ട്, ആനന്ദിൻ്റെ വീടാണെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് കൊറിയർ ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ മാധുരി അതും വാങ്ങി അകത്തേക്ക് പോകുമ്പോൾ മഹേശ്വരമ്മയും അതും ചോദിക്കുന്നുണ്ട്, എന്താണിതെന്ന്. അത് ആനന്ദേട്ടന് വന്ന പാർസലാണ് എന്ന് മാധുരി പറയാൻ കേട്ടോ. എന്തായാലും പൊട്ടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് മാധുരി അത് പൊട്ടിച്ച് നോക്കാണ്ട് തൊട്ടടുത്ത് മധുവും മഹേശ്വരനും നമുക്ക് നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു പാവയാണ് കേട്ടോ. അപ്പോൾ സന്തോഷത്തോടെ മധു എടുക്കുകയാണ്. തൊട്ട് താഴെ തന്നെ ഒരു ലെറ്ററും കാണുകയാണ്. അങ്ങനെ മാധുരി അതെടുത്ത് വായിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള പാവ കൃഷ്ണമോളാണെന്ന് കരുതുക. ആ മോളുടെ ജീവൻ ഞങ്ങളുടെ കയ്യിലാണ്. സ്വാതി കേസിൽ നിങ്ങളുടെ വീട്ടിലെ പൂജ നടത്തുന്ന അന്വേഷണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം. ഈ കേസിന്റെ പിന്നാലെ പോകാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങളുടെ മോൾ ജീവനോടെ ഉണ്ടാകില്ല, കൊന്നുകളയും. ഇത് വായിച്ചതും മാധുരി തല കറങ്ങി സോഫയിലേക്ക് വീഴുകയാണ് കേട്ടോ. കനകേശും മധു എല്ലാവരും മാധുരിയെ വിളിക്കുകയാണ്. അങ്ങനെ അവൾക്ക് ബോധം തെളിയാണ്. ഉടൻ തന്നെ പറയുന്നുണ്ട്, മധു പൂജയെ ഇനി അന്വേഷണമൊന്നും വേണ്ട, നമ്മുടെ വിധി അതുപോലെ വരും. നമ്മുടെ മോനെ ഇങ്ങനെയൊക്കെ വിധിയായിരിക്കും തലയിൽ എഴുതിയിരിക്കുന്നത്. എനിക്കൊന്നും വേണ്ട. നമ്മുടെ കൃഷ്ണമോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്നിട്ട് മധു പൂജയെ വിളി എന്ന് പറഞ്ഞിട്ട് മാധുരി ബഹളം വെക്കാൻ കേട്ടോ. അപ്പോൾ മധു പറയുന്നുണ്ട്, പൂജ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യത്തിന് പോയിരിക്കല്ലേ ചേച്ചി, അവർ തിരിച്ചു വരട്ടെ എന്നിട്ട് പറയാം. അപ്പോൾ മാധുരി പറയുന്നില്ല, എനിക്ക് കൃഷ്ണമോളെക്കാളും വലുതായിട്ട് വേറെ ഒന്നുമില്ല. മാത്രമല്ല അർജുൻ വരുമ്പോൾ കൃഷ്ണമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും മറുപടി പറയും. ഇങ്ങനെ ലെറ്റർ കിട്ടിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് പാലിച്ചില്ല എന്ന് ചോദിക്കും. എനിക്ക് വയ്യ നീ പൂജമോളെ വിളിയെന്ന് പറഞ്ഞിട്ട് അവർ കരയാം. കനകേശി പറയുന്നുണ്ട്, മോളെ പൂജമോളെ വിളിച്ച് ഇപ്പോൾ തന്നെ വെപ്രാളപ്പെടുത്തണം. എന്തായാലും അവൾ വരട്ടെ, വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറയാണ്. പിന്നീട് മധു പറയുന്നുണ്ട്, എങ്ങനെയായാലും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്ന ആരോ ഉണ്ട്. മാത്രവുമല്ല ഇനി പൂജയും സൂക്ഷിക്കും, അവൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാണ്. പിന്നീട് മാധുരിയും എനിക്ക് കൃഷ്ണമോളെ ഇപ്പോൾ കാണണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു കിടക്കുന്ന റൂമിലേക്ക് ഓടുകയാണ് കേട്ടോ. പിന്നീട് സ്നേഹയും പൂജയും അഖിലും കൂടി നന്ദഗോപനെ കാണാൻ വേണ്ടിയിട്ട് പൂജയുടെ വീട്ടിലേക്ക് പോവാണ്. പൂജയെ കൊണ്ട് നന്ദഗോപൻ പറയുന്നുണ്ട്, ആഹാ ഒരു സർപ്രൈസ് വിസിറ്റ് ആയി പോയല്ലോ. പൂജ പറയും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഇപ്പോൾ സർപ്രൈസ് ആയത് എന്നൊക്കെ പറഞ്ഞ ഒരു തമാശ പറയട്ടെ. പിന്നീട് പൂജ പറയുന്നത്, ഞാനിപ്പോൾ അച്ഛനെ കാണാൻ വന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സ്വാതി കേസിനെ പറ്റിയെന്ന് പറയാൻ കേട്ടോ. ഞാൻ ആ സ്വാതിയെ കണ്ടിരുന്നു, ചില നിഗമനങ്ങളൊക്കെ എത്തി. അപ്പം സ്നേഹം പറയുന്നുണ്ട്, വേറെ ചില റിപ്പോർട്ടുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ നന്ദഗോപൻ ചോദിക്കും, ഞാനിപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ട മോളെ? അപ്പോൾ പൂജ പറയുന്നുണ്ട്, അച്ഛൻ വേണം ഈ കേസ് മുന്നിൽ നിന്ന് നടത്താൻ. അപ്പം മാധുരിക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴുണ്ട്, അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ അച്ഛനെ സീരിയസ് ആയി എടുക്കരുത്. അച്ഛൻ വിചാരിച്ചെങ്കിൽ അജുവേട്ടനെ ഇനി പുറത്തിറക്കാൻ സാധിക്കും. അച്ഛൻ സപ്പോർട്ടായി പിന്നിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നൊക്കെ പറയാണ്. പിന്നീട് പൂജ നന്ദഗോപനെ കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവാണ് കേട്ടോ.
എന്നിട്ട് അർജുനുള്ള പരോളിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്, ഉള്ള തെളിവുകളൊക്കെ കാണിച്ചിട്ട്. പിന്നീട് അവർ അർജുനെ പോയി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, നീ പുറത്തുള്ളപ്പോൾ എനിക്ക് നല്ല ആശ്വാസമുണ്ട് പൂജ, എങ്ങനെയെങ്കിലും നീ എന്നെ പുറത്തിറക്കുമെന്ന ആത്മവിശ്വാസവും എനിക്കുണ്ട്. മാത്രവുമല്ല എനിക്കറിയാം താൻ മുൻപിലുള്ളപ്പോൾ എനിക്കൊന്നും പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ. അജുവേട്ട, കൃഷ്ണമോളുടെ നൂലുകെട്ടാണ് നമ്മൾ ഉടൻ നടത്താനിരിക്കുന്നത്. അന്ന് മോളെ മടിയിൽ വെച്ച് ആ ചടങ്ങ് നടത്താൻ അജുവേട്ടൻ അവിടെ ഉണ്ടായിരിക്കണം. ഇതെന്റെ ഉറച്ച തീരുമാനമാണ്. അതിനുവേണ്ടി ഞാൻ എങ്ങനെ എന്ത് വേണമെങ്കിലും ശ്രമിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് നന്ദഗോപനും പൂജയും കൂടി അവിടെ നിന്ന് ഇറങ്ങാണ്. ആ സമയത്ത് നന്ദഗോപൻ പറയുന്നുണ്ട്, ഇതിനെല്ലാം പിന്നിൽ ആ പ്രിയ ആവാനാണ് സാധ്യത. ഒരു പക്ഷേ സ്വാതിയെ മുന്നിൽ നിർത്തി കളിക്കുന്നത് അവളായിരിക്കും. അവൾ ഒന്നും അറിയാത്ത പോലെ, ഒരു പാവത്തെ പോലെ സ്നേഹസദനത്തിൽ കഴിഞ്ഞതിന് പിന്നിലുള്ള രഹസ്യം ഇതായിരിക്കും. അല്ലാതെ അവൾ പൂജക്കെതിരെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ അടങ്ങിയിരിക്കില്ല മോളെ. അതുകൊണ്ട് തന്നെ നമ്മൾ അവളെ സൂക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് പൂജയോട് സ്നേഹയോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ അന്വേഷിക്കേണ്ടത് പ്രിയയുടെ റോൾ എന്താണ് ഇതിലുള്ളത് എന്നാണ്. സ്വാതിക്ക് പിന്നിലുള്ള കൈ അവളുടേതാണ്. അവൾക്ക് എന്തൊക്കെ റോൾ ഇതിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് നിങ്ങൾ അന്വേഷിക്കും. അപ്പോൾ പൂജയും സ്നേഹം പറയുന്നുണ്ട്, തീർച്ചയായും അച്ഛൻ, അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളെല്ലാം ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. അടുത്തു തന്നെ മധു ആൻറ്റിയെ സ്നേഹസദനത്തിലേക്ക് അയക്കും. അതുവഴി പ്രിയയുടെ എല്ലാ രഹസ്യവും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അച്ഛ എന്നൊക്കെ പറയാം കേട്ടോ. പറയുന്നുണ്ട്, എൻ്റെ മക്കൾ എന്തായാലും ശ്രമിക്കും. ഈ അച്ഛൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്കുണ്ടാകും. നമുക്ക് എങ്ങനെയായാലും അർജുനെ പുറത്തിറക്കാം. ഇപ്പോൾ എനിക്കൊരു കുറച്ച് ആത്മവിശ്വാസമൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ നന്ദഗോപൻ പറയാം കേട്ടോ.